ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് ബ്രഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ, വാട്ടർ കളറൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ പഴയ ചൂലൊക്കെ ഉണ്ടല്ലോ, ആ ചൂലിൻ്റെ ഉള്ളിൽ കാണുന്ന കമ്പ് അത് അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കമ്പ് കാണാം, ആ പുൽച്ചുലിൻ്റെ. അപ്പോൾ ആ കമ്പ് എടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്ന് അമയ്ക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ടൊന്ന് നല്ലപോലെ ഉരുതി കൊടുത്ത് കത്രിക കൊണ്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല അതിൻ്റെ തണ്ട് ഭാഗമാണ് കേട്ടോ. തണ്ട് ഭാഗം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചൂലിൻ്റെ ചൂലിൻ്റെ കട കണ്ടല്ലേ, അതുകൊണ്ടാണ്. കണ്ടോ, നല്ല സോഫ്റ്റായത് കേട്ടോ, ബ്രഷ് പോലെ തന്നെ. ഇനി നമുക്കിതിന് പോയിൻ്റ് ബ്രഷിൻ്റെ അതുപോലെ ഇത്തിരി വലിയ ബ്രഷൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ആക്കിയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ പരുവത്തിന് കട്ടി കുറച്ചും കട്ടി കൂട്ടിയൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇവിടെ ഏതെങ്കിലും ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പഴയ ബ്രഷിൻ്റെ ഇതുമേ തന്നെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം. പഴയതുണ്ടാവുമല്ലോ, ഇതിൻ്റെ ബ്രഷിൻ്റെ ഭാഗമൊക്കെ പോയിട്ട് തേഞ്ഞു പോയ പഴയ ബ്രഷോ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു ടാപ്പ് വെച്ച് അതിനെ ഒട്ടിക്കുക. ആ ഭാഗം ഇങ്ങനെ ബ്രഷിൻ്റെ ഭാഗമാക്കി എടുത്ത് അതിൻ്റെ അടിഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ട് നിങ്ങൾക്ക് ബ്രഷ് പോലെ പിടിച്ച് ചെയ്യാൻ പറ്റും. അതും ഇനി വേറെ എന്തെങ്കിലും കവറിങ്ങോ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കേട്ടോ, അതുകൊണ്ട് വരച്ച് വെക്കാൻ നല്ല സുഖമായിട്ട് നമുക്ക് അതുകൊണ്ട് വരയ്ക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് സാധനമാണ് അത്, കട്ടിയൊന്നുമില്ല അതിന്. നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിൽ. അതുപോലെ ചകിരിനാര് കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. ചകിരിനാര് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുത്ത് അതുകൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം. ഇതതിനേക്കാളും സോഫ്റ്റാണ് കേട്ടോ. ഈ തണ്ട് ഇത്തിരി ഒന്ന് നമ്മളൊന്ന് പിച്ചിങ്ങനെ ഒന്ന് അമക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങനെ ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് കത്രിക കൊണ്ടൊന്ന് മിനുക്കിയെടുത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ബ്രഷായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഏത് ആകൃതിക്ക് വേണ്ട ഒരു കട്ടിയുള്ളത് പരന്നത് എന്തൊക്കെ ആയിട്ട് നമുക്ക് രൂപത്തിന് വെട്ടിയെടുക്കാം കേട്ടോ. ഡെക്കറേഷനൊക്കെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ബ്രഷുമ്മ വെച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ ടോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനത് സിമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ചേക്കാണ്. കണ്ടോ, സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വാട്ടർ കളർ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കണ്ട് ലൈക്ക് ചെയ്യണം. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് വീഡിയോ കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. ബൈ.